മക്കളെ, നമ്മുടെ ക്ലാസ് 8 ബയോളജിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് നമുക്ക് പുതിയതായിട്ടുള്ള കുറേ കാര്യങ്ങളാണല്ലേ. കഴിഞ്ഞ വർഷം പോലും ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാതിരുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എവിടെ സെർച്ച് ചെയ്താലും നമ്മുടെ 8ാം ക്ലാസ്സിൻ്റെ രീതിയിൽ നിങ്ങൾക്ക് എന്ത് കിട്ടില്ല, ക്വസ്റ്റ്യൻസ് കിട്ടില്ല. കാരണം എന്താ, ഇതിപ്പോൾ നമ്മൾ 10ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്കൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ പുതിയ വർഷമാണ്, ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു ടോപ്പിക്കുകളൊക്കെ കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏകദേശമൊക്കെ ഒരു ഐഡിയ ഒക്കെ നമുക്ക് കിട്ടും. പക്ഷേ ഈ ഒരു ടോപ്പിക്ക് ഇക്കൊല്ലം നിങ്ങളുടെ 8ാം ക്ലാസ്സിൽ ആദ്യമായിട്ട് കൊണ്ടുവന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചോദ്യങ്ങൾക്ക് വളരെയധികം ക്ഷാമം ഉണ്ടാവുമെന്ന് മിസ്സിനറിയാം. അതുകൊണ്ടാണ് മിസ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ മക്കളൊക്കെ നമ്മുടെ ഓണം എക്സാം സ്പെഷ്യൽ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് എന്ന് മിസ് വിചാരിക്കുന്നു. ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ താഴെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് അത് കാണാം. ആ ഒരു ലിങ്കിൽ കയറുക, ജോയിൻ ചെയ്ത് വെക്കുക. ഓണം എക്സാമിന് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിലുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്നുണ്ടെങ്കിൽ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ഒരു ഹാർട്ട് താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ബയോളജി നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വെറും 2 ചാപ്റ്റേഴ്സേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാണെങ്കിൽ യെസ് എന്ന് കമൻറ്റ് ചെയ്യുക, ഇല്ലാന്നാണെങ്കിൽ നോ എന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നോ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ഹൃദയവേദനയൊക്കെ ഉണ്ടെന്നാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോ. ഈ ഒരു ഒറ്റ വീഡിയോ വെറും 5 മിനിറ്റിൽ മിസ് നിങ്ങൾക്ക് എത്ര മാർക്കാണ് തരാൻ പോകുന്നതെന്നറിയോ? 10 മാർക്ക്. ശ്രദ്ധിച്ചു കേട്ടോ. ഓക്കെ, ഒറിജിൻ ഓഫ് എർത്ത്, ഫോർമേഷൻ ഓഫ് ഓഷ്യൻസ്, ഫോർമേഷൻ ഓഫ് ഓർഗാനിക് മോളിക്യൂൾ, ഫസ്റ്റ് പ്രിമിറ്റീവ് സെൽ. ഓക്കെ, ഭൂമിയുടെ ഉത്ഭവം, സമുദ്രങ്ങൾ രൂപപ്പെടുന്നു, ജൈവ തന്മാത്രകൾ രൂപപ്പെടുന്നു, ആദിമകോശം. ഇത്രയാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി നെയിം ദ സയന്റിസ്റ്റ് ഹു ഹാഡ് പ്രൊപ്പോസ്ഡ് എബവ് കോൺസെപ്റ്റ്, നെയിം ദെയർ തിയറി. ഏതൊക്കെയാണ് ഇതിന് പിന്നിലുള്ള ശാസ്ത്രജ്ഞന്മാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? യെസ്, ആരൊക്കെയാണിത്? നമ്മുടെ കെമിക്കൽ എവല്യൂഷൻ തിയറി അഥവാ രാസപരിണാമ സിദ്ധാന്തമാണ് അല്ലേ. അതാണ് ആദ്യം എഴുതുക. ഓക്കെ, കെമിക്കൽ എവല്യൂഷൻ തിയറി, കെമിക്കൽ എവല്യൂഷൻ തിയറി അഥവാ മലയാളത്തിൽ നമുക്ക് എന്ത് വിളിക്കാം? രാസപരിണാമ സിദ്ധാന്തം. കിട്ടിയോ? യെസ്, ഇതാരൊക്കെയാ പറഞ്ഞത്? നമ്മളുടെ ഒപ്പാരിനും അതേപോലെ ഹാൽഡെയിനും കൂടിയാണ് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കിട്ടിയല്ലോ? യെസ്. ഇനി എന്താണ് അടുത്ത ചോദ്യം? നെയിം ദ സയന്റിസ്റ്റ് ഹു ട്രൈ ടു പ്രൂവ്. ഇത് നമുക്ക് തെളിയിച്ചു തന്ന, എക്സ്പെരിമെന്റിലൂടെ തെളിയിച്ചു തന്ന ആൾക്കാർ ആരൊക്കെയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചത്. അപ്പം നമുക്ക് എന്ത് പറയാം? നമ്മളുടെ യുറേ മില്ലർ അല്ലെ, സ്റ്റാൻലി മില്ലറും ഹെറോൾഡ് യുറേയും കൂടിയാണ് നമുക്ക് എന്ത് ചെയ്തത്, ഇത് പരീക്ഷണത്തിലൂടെ പറഞ്ഞത്. ഈ ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും എക്സാമിന് ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് നോക്കിയോ. ഡിസ്റ്റിംഗ്വിഷ് പ്രോ കാരിയോട്ടിക് സെൽ ആൻഡ് യു കാരിയോട്ടിക് സെൽ. അപ്പോൾ എന്താണ് നമ്മളുടെ പ്രോ കാരിയോട്ടിക് കോശവും യു കാരിയോട്ടിക് കോശവും തമ്മിലുള്ള വ്യത്യാസം? സോ ഫസ്റ്റ് വ്യത്യാസം, ഇതൊരു പ്രോ കാരിയോട്ടിക് കോശമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ DNA അഥവാ അതിൻ്റെ ജനിതക വസ്തു എന്ന് പറഞ്ഞ് ഇങ്ങനെ തുറന്ന് നഗ്നമായിട്ട് കാണും. സോ അതിനർത്ഥം എന്താണ്? സ്ഥലമില്ലാത്ത അല്ലേ, നമ്മളുടെ ന്യൂക്ലിയസിന് എന്തില്ല? മെംബ്രെയിൻ ഇല്ല. ഓക്കെ, ന്യൂക്ലിയർ മെംബ്രെയിൻ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. നമ്മളുടെ മർമ്മത്തിന് എന്തില്ല? സ്ഥലമില്ല. ഓക്കെ, അതാണ് ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, പിന്നെന്താ രണ്ടാമത്തെ പോയിന്റ്? നമുക്ക് മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ഒന്നും കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല അല്ലേ. മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ്, അതായത് നമ്മുടെ മൈറ്റോകോൺട്രിയ അങ്ങനെയുള്ള മെംബ്രെയിൻ ഉള്ള ഓർഗനൽസ് ഒന്നും നമുക്കിവിടെ, കോശാംഗങ്ങളൊന്നും നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, സ്ഥലത്തോട് കൂടിയ കോശാംഗങ്ങളെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഓക്കെ, ഇതൊക്കെയാണ് എന്ത്, നമ്മളുടെ പ്രോ കാരിയോട്ടിക് സെല്ലിന്റെ പ്രത്യേകത. ആൻഡ് ഇതിൽ ആരൊക്കെയാ വരാന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് എഴുതാം? ബാക്ടീരിയ എന്ന് എഴുതാം. ഓക്കെ, ബാക്ടീരിയകളാണ് നമുക്കിതിൽ കാണാം. ഓക്കെ, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്? യു കാരിയോട്ടിക് കോശം. ഓക്കെ, യു കാരിയോട്ടിക് കോശത്തിന് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ന്യൂക്ലിയസിന് മെംബ്രെയിൻ ഉണ്ട്, പിന്നെ ആരാ? മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസിനെ കാണാം, സ്ഥലത്തോട് കൂടിയ കോശാംഗങ്ങളെ കാണാം. ആൻഡ് ലാസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ബാക്ടീരിയ ഒഴിച്ച്, അതായത് നമ്മളുടെ ഫംഗസ് ആയിക്കോട്ടെ അല്ലെ, കുമിളുകളായിക്കോട്ടെ, പ്ലാന്റ് സസ്യങ്ങളായിക്കോട്ടെ, നമ്മളുടെ ആനിമൽസ് ആയിക്കോട്ടെ, ഇതൊക്കെ ഇതിൽ വരും, യു കാരിയോട്ടിക്കിലാണ് വരിക. ഓക്കെ, ഇതാണ് ഇവർ തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോ. ഒബ്സർവ് ദ ഫിഗർ ഗിവൺ ഹിയർ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? നമ്മുടെ യുറേ മില്ലർ പരീക്ഷണമാണ് അല്ലേ. നെയിം ദ സയന്റിസ്റ്റ് ഹു ഹാഡ് ഡിസൈൻഡ് ആൻഡ് കണ്ടക്ടഡ് ദിസ് എക്സ്പെരിമെന്റ് സെറ്റപ്പ്. അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ പരീക്ഷണ സംവിധാനം ഒരുക്കി പരീക്ഷണം ചെയ്ത ശാസ്ത്രജ്ഞന്മാരെ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? യുറേയും മില്ലറും ആണ്. അത് നമ്മൾ എഴുതി. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം. ഇനി എന്താണ് ബി എന്ന് പറയുന്നതിൻ്റെ ആൻസർ? ഈ ഒരു എക്സ്പെരിമെന്റ് അഥവാ പരീക്ഷണത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു?
എന്താണ് നമ്മളുടെ പ്രിമിറ്റീവ് അറ്റ്മോസ്ഫിയർ അല്ലേ? പ്രിമിറ്റീവ് അറ്റ്മോസ്ഫിയർ അഥവാ നമ്മളുടെ പണ്ടത്തെ കാലത്ത് പ്രിമിറ്റീവ് എർത്തിൻ്റെ അന്തരീക്ഷം അഥവാ അറ്റ്മോസ്ഫിയറിനെ ഇവരെന്ത് ചെയ്തു? ഇവർ ലാബിൽ റീക്രിയേറ്റ് ചെയ്തു അല്ലെ? ലാബിൽ വീണ്ടും ഉണ്ടാക്കി. എന്നിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ഓർഗാനിക് മോളിക്യൂൾസ് ഉണ്ടാകുന്നുണ്ടോ എന്ന് നോക്കി, അഥവാ ജൈവ തന്മാത്രകൾ രൂപപ്പെടുന്നുണ്ടോ? നമ്മളുടെ കെമിക്കൽ എവല്യൂഷൻ തിയറി അഥവാ രാസപരിണാമ സിദ്ധാന്തം ശരിയാണോ? ഓക്കെ, ജൈവ തന്മാത്രകൾ രൂപപ്പെടുന്നുണ്ടോ എന്ന് അവരെന്ത് ചെയ്തു? നോക്കുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അങ്ങനെ അവർക്ക് എന്ത് കിട്ടി? അമിനോ ആസിഡ് കിട്ടി എന്ന് നമുക്കറിയാം അല്ലേ? വാട്ട് ആർ എ ആൻഡ് ബി? ഇതിൽ എയും ബിയും എന്താണെന്നാണ് ചോദിച്ചത്. അപ്പോൾ എ എന്ന് കാണിച്ചത് ആരാണ്? എ എന്ന് കാണിച്ചാൽ നമ്മളെ വാതകങ്ങളാണ്. അപ്പം നമുക്ക് ആരെയൊക്കെ പറയാം? CH4 നമ്മളുടെ മീഥെയിൻ, അതേപോലെ NH3 അമോണിയ, പിന്നെ ആരാ? വാട്ടർ വേപ്പർ H2O, പിന്നെ നമ്മളുടെ ആരാണ്? ഹൈഡ്രജൻ സൾഫൈഡ് എന്നും നമുക്ക് പറയാം, അല്ലെങ്കിൽ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും ആൾക്കാരായിരുന്നു നമ്മളുടെ ആ ഒരു വാതകത്തിനകത്തായിട്ട് വാതകങ്ങൾ നമ്മൾ എടുത്തിരുന്നത്. ദെൻ ബി എന്ന് പറയുകയാണെങ്കിൽ അതെന്താണ്? ബി എന്ന് പറയുന്നത് തിളയ്ക്കുന്ന വെള്ളമാണ്, ബോയിലിംഗ് വാട്ടർ. ഓക്കെ, ബോയിലിംഗ് വാട്ടർ അഥവാ തിളയ്ക്കുന്ന ജലം. ഓക്കെ, ക്ലിയർ? യെസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ ഈ ഒരു യുറേ മില്ലർ എക്സ്പെരിമെൻറ്റ്, അതേപോലെ പ്രോ കാരിയോട്ടിക് ആൻഡ് യു കാരിയോട്ടിക് സെല്ല് കോശം, ദെൻ അതേപോലെ തന്നെ നമ്മളുടെ കെമിക്കൽ എവല്യൂഷൻ തിയറി അല്ലെങ്കിൽ പാൻസ്പേർമിയ തിയറി, ഈ ഭാഗത്തുനിന്ന് എന്തായാലും ഫോർ ഷുവർ നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ ഉണ്ടാകും. സോ എൻ്റെ മക്കൾക്കൊക്കെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മിസ്സിന് ഒരു ലൈക്ക്, ഓക്കെ, ഒരു ലൈക്ക് അതേപോലെ ഒരു കമൻറ്റും കൂടി ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒരുപാട് യൂസ്ഫുൾ വീഡിയോസ് നമ്മുടെ ചാനലിൽ വരും. സ്റ്റേ ട്യൂൺഡ്, സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ചാനൽ. ടാറ്റ, ബൈ ബൈ.